നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു സൈറ്റിലായിട്ടപ്പം നമ്മൾ വർക്ക്, അതായത് ഡി ബി ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സുഹൃത്തിൻ്റെ സൈറ്റിലേക്ക് വന്ന കേട്ടോ. അപ്പോൾ ഡി ബി ഡ്രസ്സിങ് മാത്രമുള്ള നമ്മൾ ഇന്നത്തെ വർക്ക് അവിടുത്തെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പോരും. അപ്പോൾ ഡി ബി ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡി ബി ഇതാട്ടോ, പോളിഗ്യാബിൻ്റെ 8-way TPN ആണ്. 8-way TPN ഇതിന് രണ്ട് സൈഡിലും ഈ എർത്ത് ബാറും മുകളിൽ 2 ന്യൂട്രൽ ബാറും. 2 ന്യൂട്രൽ ബാർ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ട ആളുകൾക്കൊക്കെ അറിയാം. 2 ന്യൂട്രൽ ബാർ ഉണ്ടായുള്ള ഗുണം നമുക്ക് പവർ ലോഡും ലൈറ്റ് ലോഡും ന്യൂട്രൽ വേറെ വേറെ തന്നെ സെപ്പറേറ്റ് തിരിച്ച് വെക്കാൻ പറ്റും. നമുക്ക് എന്ത് ട്രേസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെക്കുകയാണെങ്കിലൊക്കെ വളരെ ഉപകാരമാവും. നമ്മളിപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് ടേപ്പ് കിട്ടാത്തതുകൊണ്ട് ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇൻസുലേഷൻ ടൈപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡ്രസ്സ് ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ. കുറേ ടൈമുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് മാസ്ക് ടൈപ്പിൽ ചെയ്യണം ഏറ്റവും ഉത്തമം. ഇതപ്പോൾ തന്നെ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, വയർ വലിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് എന്നുള്ളത് ആണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ബെറ്റർ മാസ്ക് ടൈപ്പിൽ ചെയ്തിട്ട് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇതങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ന്യൂട്രൽ എർത്തിൽ തുടങ്ങാം കേട്ടോ. എർത്ത് പിന്നെ ന്യൂട്രൽ അങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ന്യൂട്രൽ ബാറൊക്കെ നമുക്ക് സൈഡിലേക്ക് കൊടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആവുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഡി ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സൗകര്യം കുറവ് തന്നെയാണ്. 8-way TPNൻ്റെ സൗകര്യം ഈ ഒരു ഡി ബിയിൽ നമുക്ക് കാണുന്നില്ല. ഡ്രസ്സിങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മറ്റുള്ള ഡി ബികളൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു സൗകര്യം കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഡി ബി ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നിട്ടു. നമുക്ക് മറ്റുള്ള ഡി ബി ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവമാണ് ഈ പോളിഗ്യാബ് ചെയ്തപ്പോൾ കിട്ടിയത്. പക്ഷേ കുഴപ്പമില്ല, ഒന്നുകൂടി ബെറ്റർ ആക്കാം കമ്പനിക്ക് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയേണ്ടത് ഫെറൂൾ സോക്കറ്റ് ഇടാതെ നമ്മൾ ഡി ബി ഡ്രസ്സിങ് ചെയ്താലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫെറൂൾ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതി കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഈ ഡി ബിയിൽ നമ്മൾ ഫെറൂൾ സോക്കറ്റ് ഇടണില്ല. നമ്മൾ ആദ്യ കാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഫെറൂൾ സോക്കറ്റ് ഒന്നും ഇടാതെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ എങ്കിലും ഇപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതിന് കുറേ കാര്യങ്ങളൂടി മനസ്സിലാക്കാൻ പറ്റി നമുക്ക്. പിന്നെ അതിൻ്റെ ശേഷം അതായത് ഫെറൂൾ സോക്കറ്റ് ഇടുമ്പോഴുള്ള ഗുണങ്ങൾ, അതായത് ഇപ്പം നമ്മൾ കറക്റ്റ് പിന്നെ സ്റ്റിപ്പർ ടൂൾസ് ഉപയോഗിച്ച് സ്റ്റിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കോപ്പർ കട്ടാകാതെ പിന്നെ വയർ സ്റ്റിപ്പ് ചെയ്തതിന് ശേഷം ഫെറൂൾ സോക്കറ്റ് ഇട്ടിട്ട് കണക്ട് ചെയ്താൽ ആ കോപ്പറുകളൊന്നും കട്ടായി പോവില്ല. നേരെ മറിച്ച് നമ്മൾ ഫെറൂൾ സോക്കറ്റ് ഇടാതെ ഡയറക്റ്റ് കോപ്പർ കണക്ടറിൽ ടൈറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ടൈറ്ററൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വേറെ ആളുകൾ ഇപ്പോൾ ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ടോർക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ കട്ടാകാൻ ചാൻസ് കൂടുതലാണ് കോപ്പർ. പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ സ്കിന്ന് കയറിയിട്ട് ലൂസ് കോണ്ടാക്റ്റ്, അതായത് കോപ്പറും സ്കിന്നും കൂടിയും ഈ കണക്ടറിൽ പിടിക്കുന്ന സമയത്ത് ചെറിയ ലൂസ് കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരിട്ട് കോപ്പർ തന്നെ ആകുമ്പോൾ ലൂസ് കോണ്ടാക്റ്റ് വരില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ കയറ്റുന്ന സമയത്ത് സ്കിന്ന് കൂടി കയറാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഫെറൂൾ സോക്കറ്റ് അല്ലെങ്കിൽ ഫെറൂൾ ലെഗ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഈ എന്താ പറയുക, കോപ്പർ കട്ടാകാതിരിക്കുമ്പോൾ ആംബിയർ കാര്യങ്ങൾക്കൊന്നും മാറ്റം വരില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വയറിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് പിന്നെ അതിലൂടെ കറണ്ട് കടത്തിവിടാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള കോപ്പറിൽ 2-3 കോപ്പർ കട്ടായി കഴിഞ്ഞാൽ ആ വയറിൻ്റെ ഗേജിൻ്റെ അളവ് നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൽ കോപ്പർ പിന്നെ ആ കണ്ടക്ടറിൽ ആവശ്യമായ കോപ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 1.5 ആണ് 1.5, 2.5 ആണ് 2.5, ഇത്ര എന്നുള്ള അതിന് അളവിൽ കറക്റ്റുള്ള കോപ്പറുകളാണ് അതിൽ ഉപയോഗിക്കുക. അതിൽ 2-3 കോപ്പർ കട്ടാകുമ്പോൾ അതിൻ്റെ ഗേജിന് മാറ്റം വരും. നമുക്കുള്ള അളവ്, അതായത് ആംബിയറിനൊക്കെ ലോഡ് വർക്ക് ചെയ്യുമ്പോൾ ആംബിയറിനൊക്കെ മാറ്റം വരും. പക്ഷേ എന്തുകൊണ്ടോ കട്ടായാലും വർക്ക് ചെയ്യണത് എന്താ വെച്ചാൽ ചെറിയ ലോഡിനും നമ്മൾ 1.5 വയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ലോഡിനൊക്കെ 1.5 യൂസ് ചെയ്യണോണ്ട് പിന്നെ അതിന് 1-2 വയർ കട്ടായാലും കോപ്പർ കട്ടായാലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കറക്റ്റ് അതിൻ്റെ കോപ്പർ കട്ടാതെ കറക്റ്റ് പ്രോപ്പർ ടൂൾസ് സ്റ്റിപ്പർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കട്ടാകാതെ തന്നെ നമുക്ക് പിന്നെ ഈ
ഫെറോൾ സോക്കറ്റ് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയാലും അത് കട്ടാവില്ല. പക്ഷെ നമ്മൾ ഒരുവിധ ആളുകളൊന്നും ഇപ്പോൾ ഫെറോൾ സോക്കറ്റ് ബില്ലിട്ടാൽ ഇപ്പോൾ നമുക്ക് ചില കടകളിൽ കിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇട്ടത്. ചില കടകളിൽ നിന്ന് ഈ സാധനം നല്ല യഥേഷ്ടം കിട്ടും ചെയ്യും. ഇപ്പോൾ ഇതിൽ സാധനം എടുത്ത കടയിൽ ഫെറോൾ ഫെറോൾ സോക്കറ്റ് ചോദിച്ചിട്ട് എല്ലാ സൈസും അവൈലബിൾ ഇല്ല, കുറച്ച് കിട്ടും. നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. കിട്ടുമ്പോൾ എല്ലാ സൈസിലുള്ള ഫെറോൾ സോക്കറ്റും നമുക്ക് കിട്ടണം. കാരണം 1.5 1² തൊട്ട് പിന്നെ 6mm വരെ ആണ് പിന്നെ ഒരുവിധം ചെറിയൊരു ആവറേജ് വീടിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് 6mm പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മെയിൻ ലീഡിനുള്ള 6mm അതുവരെ നമുക്ക് ഒരു ആവറേജ് വീടിനുള്ള നമുക്ക് കിട്ടണം. അപ്പോൾ അത് എല്ലാ കളർ കിട്ടിയില്ലെങ്കിലും ഒരു 2-3 കളറിൽ കിട്ടിയാലും മതി. പച്ച, ചുവപ്പ്, കറുപ്പ്, പിന്നെ അത് കിട്ടിയാലും മതി തൽക്കാലം. എന്നാൽ തന്നെ നമ്മളെ ഡ്രസ്സിങ്ങിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ അതൊന്നും ഇല്ലാതെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സ്കിന്ന് കയറാതെ തന്നെ നമ്മൾ പിന്നെ DBയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഡ്രസ്സിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ ഏകദേശം നമ്മൾ കിട്ടിയ രീതിയിലൊക്കെ ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സ്കിന്ന് കയറാതെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാ സുഹൃത്തുക്കളും ഫെറോൾ സോക്കറ്റ് ഇട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്പർ ഫെറോൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ചെറിയൊരു പിന്നെ എന്താ ചെയ്യുക, പിന്നെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കുന്നത്. അതിനൊക്കെ പുറമെ നമ്മൾ ഈ മന്ത്ലി ഓൺ ടെസ്റ്റ് എന്നുള്ളതുണ്ടല്ലോ, ടെസ്റ്റ് ഓൺ മന്ത്ലി, ഈ സംഗതി എല്ലാ വീട്ടുകാർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താണ് ഇതിൻ്റെ ഉപയോഗം, ഇത് ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇതിപ്പോൾ ഓണാക്കി ഇട്ട് ഈ ഒരു ടെസ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആകണമെന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പുതിയൊരു സാധനം കൊണ്ടുവച്ചിട്ട് ഓട്ടോമാറ്റിക് ഞങ്ങൾ ട്രിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ട്രിപ്പ് ആവണില്ല. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയതാണ്, RCCB കംപ്ലൈൻ്റ് ആണ്. സാധനം മാറ്റി വെച്ച് അത് ഓക്കെ ആയി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചാൻസുകൾ വരുമ്പോൾ ഷോക്ക് അടിച്ചാലും ഇത് ഓഫാകാത്തൊരു സാഹചര്യം വരുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക. അപ്പോൾ സുഹൃത്തുക്കൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വരുന്നത് നമ്മളെ ഈ ചെറിയൊരു വർക്ക് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഈ ഒരു വർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, കടകളിൽ ഫെറോൾ സോക്കറ്റ് കിട്ടണില്ല അവരോടൊന്ന് പറഞ്ഞാൽ മതി, കൊണ്ടുവന്നോളും. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.